അങ്ങനെ വൺ പീസിന്റെ മാങ്കയുടെ ബ്രേക്ക് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വൺ പീസിന്റെ ചാപ്റ്ററുള്ള 1158 ബ്രീഫായുള്ള സ്പോയിലേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നെക്സ്റ്റ് വീക്ക് ബ്രേക്ക് അല്ല, ചുരുക്കം പറഞ്ഞാൽ അടുത്ത ചൊവ്വാഴ്ച തന്നെ അടുത്ത ബ്രീഫായുള്ള സ്പോയിലേഴ്സ് നമുക്ക് കിട്ടുന്നതാണ്. സോ അതൊന്നും മിസ്സാക്കാതിരിക്കാൻ വേണ്ടി ഈ പേജ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. വളരെ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് മെയിനായിട്ട് ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇത് വളരെ ബ്രീഫായുള്ള ഒരു സ്പോയിലറാണ്. ചുരുക്കം പറഞ്ഞാൽ 4 മെയിനായുള്ള പോയിന്റ് മാത്രമേ ഈ ഒരു സ്പോയിലേഴ്സിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളൂ. സോ നമുക്ക് ചാപ്റ്ററിന് വേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ ചാപ്റ്ററിൻ്റെ ഒരു ഓവറോൾ എങ്ങനെയുണ്ടെന്നൊക്കെ പറയാൻ സാധിക്കത്തുള്ളൂ. സോ നമ്മൾ കവർ പേജിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ യാമരെ വിസിറ്റ് ചെയ്ത ആ ഒരു ഗ്രേവ് ഉണ്ടല്ലോ, ആ ഗ്രേവ് ആരുടെ ആണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് നേരത്തെ നമ്മുടെ കായോട്ട് ഫൈറ്റ് ചെയ്ത കുറച്ച് ഹീറോസിൻ്റെ ഗ്രേവ്സ് ആണ്. ആൻഡ് അതിൻ്റെ അകത്ത് ഒരാളുടെ പേരെന്ന് പറയുന്നത് കൊസോക്കി മൊറിയ എന്നാണ്. ആൻഡ് ഈ മോറിയ എന്നുള്ള പേര് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. അത് മറ്റാരുമില്ല, നമ്മുടെ ഗെക്കോ മോറിയാണ്. ആൻഡ് ഈ മോറിയയും കായോടും തമ്മിൽ നേരത്തെ ഒരു ക്ലാഷ് ഉണ്ടായിട്ടുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. സോ ഇവിടെ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. സോ ചാപ്റ്ററിലേക്ക് ഒഫീഷ്യലിലേക്ക് കടന്നു കഴിഞ്ഞാൽ 40 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത്. നമ്മുടെ റോജറും പൈററ്റ് ഐസ്ലൻഡിലേക്ക് ചെന്നിട്ടുണ്ട്, ചുരുക്കം പറഞ്ഞാൽ ഹച്ചിനൂസിലേക്ക് ചെന്നിട്ടുണ്ട്. ആൻഡ് അവിടെ വെച്ച് നമ്മുടെ റോക്സിനെ കണ്ടുപിട്ടിട്ടുണ്ട്. പക്ഷേ ഷാക്കിയുടെ ബാറിൽ വെച്ച് അവർ ഫൈറ്റ് ചെയ്യേണ്ട എന്നൊരു തീരുമാനത്തിൽ വരികയും ചെയ്യും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ റോക്സിനാണ്. പുള്ളിക്കാരുടെ മറ്റൊരു പെൺകൊച്ചുമായിട്ട് ഇഷ്ടത്തിലാക്കുവാണ്. അത് കഴിയുമ്പോൾ ഷാക്കിയോടുള്ള പുള്ളിക്കാരൻ്റെ അടുപ്പൊക്കെ പോവുകയും ചെയ്യും. ആൻഡ് അങ്ങനെ അവർക്കൊരു കുട്ടി ജനിക്കുവാണ്. ആൻഡ് ആ കുട്ടിയാണ് നമ്മുടെ ടീച്ച്, ചുരുക്കം പറഞ്ഞ ഫ്യൂച്ചർ ബ്ലാക്ക് ബിയേർഡ്. പിന്നെ നമുക്ക് അറിയാവുന്ന പോലെ നമ്മുടെ ഹാർലും റോക്സും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്. ആൻഡ് ആ കണക്ഷന് ഒരു വലിയൊരു പ്രശ്നമായിട്ടാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മുടെ ഗോറസ് ഒരു ഓഫറായിട്ട് ഹാർലിൻ്റെ അടുത്തേക്ക് വന്നത്. അതായത് റോക്സിനെ കൊല്ലണം എന്നുള്ളൊരു ഓഫർ. ആൻഡ് ആ ഹാർൽ ആ ഒരു ഓഫർ കണ്ണുപൊട്ടി സ്വീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ റോക്സും നമ്മുടെ ഹാർലും തമ്മിലുള്ള ഒരു ഫൈറ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കാണാൻ സാധിക്കുന്നതാണ്. ആൻഡ് അവരുടെ ക്ലാഷ് വളരെയധികം പവർഫുൾ ആയിരുന്നു. അവസാനം അവർ രണ്ടുപേരും ബോധം കെട്ട് താഴെ വീഴുവാണ്. ആൻഡ് ആ ദിവസം മുതൽ തന്നെ ഹാറിലും റോക്സും ഉള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ അവസാനിക്കുവാണ്. പിന്നെ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് പറയുന്നത് 39 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ്, കൃത്യമായി പറഞ്ഞാൽ ഗോഡ് വാലി. ആൻഡ് അവിടെ നമ്മുടെ ഗാർലിക് ഒരു കാര്യം ഡിസ്കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് അത് അവന് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അവന് ഉറപ്പായിരുന്നു ഇമൂന് ഈ ഒരു സംഭവം നന്നായിട്ട് ഇഷ്ടപ്പെടുമെന്ന്. പിന്നെ നമ്മൾ കാണുന്നത് ഒരു പെങ്കൊച്ചിനെയാണ്. അവളുടെ മുടിയാട്ടെ റെഡ് കളറിലായിരുന്നു. ആൻഡ് അവളുടെ കയ്യിൽ 2 പിള്ളേരും ഉണ്ടായിരുന്നു. അതാണ് ഷാങ്സും ഷാംറോക്കും. പക്ഷേ അവളുടെ ഫേസ് ഇതുവരെ റിവീൽ ചെയ്തിട്ടുമില്ല. ഗൈസ്, ഇത്ര സ്പോയിലേഴ്സ് മാത്രമേ നമുക്ക് ഇന്നും കിട്ടിയിട്ടുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ വളരെയധികം ബ്രീഫായുള്ള സ്പോയിലേഴ്സ് ആണ്. അധികം ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഉടനെ തന്നെ നമുക്ക് ചാപ്റ്റർ വരുന്നതാണ്. ആ ചാപ്റ്റർ വരാൻ നിർത്താൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ ഇപ്പം തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കാനും മറക്കണ്ട.